അറബിക്കടലിൽ ഇന്ത്യ 3 യുദ്ധക്കപ്പലുകളിൽ വിന്യസിച്ചിരിക്കുന്നു. INS മോർമുഗാവോ, INS കൊച്ചി, INS കൊൽക്കത്ത എന്നീ 3 യുദ്ധക്കപ്പലുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. മിസൈൽ വേധ യുദ്ധക്കപ്പലുകളാണ് ഇത്. ചരക്ക് കപ്പലുകൾ കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ 3 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചന. കഴിഞ്ഞ ദിവസം ചൈന തായ്വാനിൻ്റെ ചുറ്റും യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉക്രൈന് ശേഷം അടുത്ത യുദ്ധം ചൈന തായ്വാൻ ആയിരിക്കും എന്നാണ് പുറത്തുവരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ. ആ രീതിയിൽ തന്നെയാണ് ചൈന ഈ തായ്വാന് ചുറ്റും യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചതിന് തൊട്ടുപിന്നാൽ തായ്വാൻ മിസൈലുകൾ ആ തായ്വാന് ചുറ്റും വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇന്ത്യക്ക് ഈ യുദ്ധക്കപ്പൽ വിന്യസിച്ചിലൂടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഈ ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നതെങ്കിലും മറ്റൊരു ലക്ഷ്യം കൂടി ഇന്ത്യക്കുണ്ട്. കാരണം ചൈന തായ്വാൻ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഈ സമുദ്രത്തിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇന്ത്യക്കുണ്ട്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.